അവർക്ക് എല്ലാ തരത്തിലും തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാഹചര്യമൊരുക്കിയ പ്രധാനപ്പെട്ട ആളുകൾ ഇവരൊക്കെ തന്നെയാണ്. ഇന്ന് ഇവരൊക്കെ എന്തോ വലിയ നവോത്ഥാന ചിന്തകന്മാരായി ജനാധിപത്യ വിശ്വാസികളായി ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന്. ഇപ്പോ SDPIയുടെ നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങാൻ സാധ്യത എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ദില്ലിയിലെ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം EDയുടെ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി ഓഫീസിനും കൈമാറിയിട്ടുണ്ട്. നിരോധന സംഘടനയായ ഭീകര പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടുമായി SDPIയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതിന് എടുത്തു പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒന്ന് രാഷ്ട്രീയ സംഘടന, ഒന്ന് മതസംഘടന, അത്രയല്ലേ ഉള്ളൂ. ആ മോയി നിന്റെ പടച്ചവന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, മനുഷ്യനെ മനോഹരമായി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് മൂക്ക് വലുത്, ചിലർക്ക് കണ്ണ് വലുത്, ചിലർക്ക് മെയിൻ ഹോള് വലുത്, അങ്ങനെ പല രൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് പടച്ചവന്റെ ഒരു കള്ളത്തരമാണ്. പടച്ചവൻ പറഞ്ഞത് ഏറ്റവും നന്നായി സൃഷ്ടിക്കും, മനോഹരമായി സൃഷ്ടിക്കുന്നവൻ ഞാനാണെന്ന. എന്നിട്ട് ആ പടച്ചവന്റെ സൃഷ്ടിപ്പാണ് ഇതാ ഈ കാണുന്നത്. അപ്പൊ നീ ഇത് എടുത്തു പറയുമ്പോ ശരിക്ക് ആരാണ് കുറ്റക്കാരായിട്ട് വരുന്നത്? ഇപ്പൊ പ്രവാചകന്റെ ഭാര്യയായ സൗദ അസാധാരണമായ പൊക്കം, തടിച്ചി എന്നാണ് വിളിക്കുന്നത്, അസാധാരണമായ വണ്ണം, കറുത്ത കളറും, മനോഹരമായി സൃഷ്ടിക്കണ്ടായിരുന്നോ പടച്ചോ? നമ്മുടെ കുഴപ്പമാണോ? പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ, SDPIയെ കുറിച്ച് പറയുമ്പോൾ നിനക്കൊക്കെ വെകിളി കൊള്ളുന്നെങ്കിൽ നിന്റെയൊക്കെ ഈ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ ഐഡികൾ ഉണ്ടല്ലോ, നിരീക്ഷണ വിധേയമാണ് കേട്ടോ. എന്തിനാണ് നിങ്ങളിങ്ങനെ ഇളകുന്നത് എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണത്. അപ്പോ ഈ രണ്ട് സംഘടനയും ഒന്ന് തന്നെയാണ്. ഒന്ന് പണം ഉണ്ടാക്കുന്നു, രണ്ട് രാഷ്ട്രീയത്തിലൂടെ ആ പണം വിനിയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഇപ്പോൾ EDയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. SDPIയുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളെയും, രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ പണം വേണ്ടേ, എല്ലാത്തിനെയും നിയന്ത്രിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പണമാണ്. SDPIക്കായിട്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പോപ്പുലർ ഫണ്ടാ നൽകുന്നത്. SDPI സ്ഥാനാർത്ഥികൾ ഇവരെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. അതുകൊണ്ടല്ലേ ജയിലിൽ അകത്ത് കിടന്നിട്ട് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തവൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഗൾഫിൽ നിന്ന് വരെ നിയമവിരുദ്ധമായി ഈ രണ്ട് സംഘടനകൾക്കും കെങ്കേമമായി പണം കോടികൾ ലഭിച്ചിരുന്നു എന്നാണ് EDയുടെ വെളിപ്പെടുത്തൽ. MK ഫൈസിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇടപാടുകൾ നടന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടിയുടെ സ്വത്തുക്കളാണ് ED കണ്ടെടുത്തത്. ഇത് എവിടെ നിന്നാണ് ഇവർക്ക് ഒരു സംഘടന നടത്തി കൊണ്ടുപോകാൻ ഇത്രയധികം പണമോ? ആരാണ് ഇവർക്ക് ഈ പണം നൽകുന്നത്? ഇന്ത്യയെ തകർക്കാൻ. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാധാരണ മതേതര വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രസ്ഥാനം, ഇങ്ങനെയൊക്കെയാണ് ഇവരിതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിക്കുന്നു. ഇത് റമദാൻ മാസമല്ലേ, നോമ്പ് 3 ആയതേ ഉള്ളൂ, കോടികളാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ തുരുതുരെ വരുന്ന പണം എന്തിനു വേണ്ടി വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചെങ്കിലും ഇവരിവിടെ സജീവമായിട്ട് നിലകൊള്ളുവാണല്ലോ. ഇവർക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള മണ്ണ് ഇവിടെയാണ്. ഞാന് ആ നേതാവിന്റെ ചിത്രം കണ്ടോ നിങ്ങൾ? തൊപ്പിയൊക്കെ വെച്ച്
നല്ല വിശ്വാസിയല്ലേ? കാരണം ഞാൻ വിശ്വാസിയാ. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റിസർവേഷൻ ചെയ്തിരിക്കുകയാണ് സീറ്റ്. ഒന്നും പറയല്ലേ. സീറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്ന ആളാണ്. നമ്മളൊക്കെ നരകത്തിൽ കിടന്നിട്ട് പിശാചിന്റെ തലയോട്ടയിൽ നിന്നുള്ള നീരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ മുന്തിരിച്ചാറും ഹൂറികളെ ചുംബിച്ചും ജീവിതം തീർക്കാനുള്ള ടീംസാ. സ്വർണ്ണക്കടത്ത് കേസിലാണ് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാവ് പിടിയിലായത്. ചെറിയ ആളൊന്നുമല്ല. ആലപ്പുഴ ഇവിടെ അരൂക്കുറ്റി വടുതലയാണ് താമസക്കാരൻ. തൗഫീഖ് അലി എന്നാണ് കക്ഷിയുടെ പേര്. കഴിഞ്ഞ ദിവസം പാലക്കാട് പോലീസിന്റെ പിടിയിലാണ് ആയത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാക്കായെ പാലക്കാട് പോലീസ് പൊക്കുന്നത്. അബ്ദുൽ അസീസെ, ED പറയുന്നത് കള്ളമാണെന്നാണോ നീ പറയുന്നത്? രാജ്യത്തെ അന്വേഷണ സംവിധാനത്തെ പോലും നീ മറികടക്കുമല്ലോടാ. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ഭീകരവാദ ബന്ധത്തെ സംബന്ധിച്ചിട്ട് EDയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാന്നാണോ നീ പറയുന്നത്? അപ്പോ RPFും പാലക്കാട് നാർക്കോട്ടിക് DYSPയുടെ ടീമും ചേർന്നിട്ടാണ് ഈ കാക്കായെ പൊക്കിയത്. 38 ലക്ഷത്തിലധികം രൂപയുമായി പാലക്കാട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്താണ് കാക്കായെ പൊക്കുന്നത് പാലക്കാട് പോലീസ്. എറണാകുളത്ത് നിന്ന് സ്വർണം കോയമ്പത്തൂര് കൊണ്ടുപോയി വിറ്റിട്ട് ആ പണവുമായി മടങ്ങി വരുന്നതിനിടയിലാണ് കാക്കായെ പോലീസ് പൊക്കിയത്. അതുപോലെ SDPIയുടെയും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതാവാണ് തൗഫീഖ് അലി. ഇയാള് നിരവധി തവണ ഇതേപോലെയുള്ള സ്വർണ്ണക്കടത്ത് നടത്തിയതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നു. പാലക്കാട് ഇൻകം ടാക്സ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിങ് കേസിന്റെ അന്വേഷണം പൂർവാധികം ശക്തിയോടുകൂടി പുരോഗമിപ്പിക്കുകയാണ്. SDPIയുടെ അരൂർ മണ്ഡലത്തിന്റെ ട്രഷററാണ് തൗഫീഖ്. ട്രഷററാണ്. പണം വേണ്ടേ? അങ്ങനെ മലദ്വാർ ഗോൾഡ് കോയമ്പത്തൂര് കൊണ്ടുപോയി വിറ്റിട്ട് കാക്ക ആ പണവുമായിട്ട് തിരിച്ചു വരുവാണ്. 1-2 അല്ല കേട്ടോ, ലക്ഷങ്ങളാണേ. ഈ ലക്ഷക്കണക്കിന് പണം ഇവർക്ക് സമ്പാദിക്കണം. ഇവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് യഥേഷ്ടം പണം വേണം. ആ പണം സ്വരൂപിക്കുന്നതിനു വേണ്ടി ഹലാലായ ഇത്തരം മാർഗങ്ങൾ ഇവർ സ്വീകരിക്കുവാണ്. ഇങ്ങനെ പല രൂപത്തിലും ഇവർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണം ഇവർക്ക് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടാകും. ഇരുമ്പ് നിക്കറിട്ട് തെറിപ്പിക്കണമെങ്കിൽ പണം വേണ്ടേ? കാഫിറുകളെ ഇല്ലാതാക്കണമെങ്കിൽ പണം വേണ്ടേ? ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ പണം വേണ്ടേ? ഇങ്ങനെ പല രൂപത്തിലുമുള്ള ജിഹാദിനു വേണ്ടി പണമിറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ കാക്കമാര്. അതിനിടയിലാണ് EDയും പോലീസും ഒക്കെ